ഞാനൊരു മാലാഖ, ഞാനൊരു ജാൻസി റാണി, അതിജീവിത ഇരയാണെന്ന് അവൾ പ്രൂവ് ചെയ്യട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, അവൾ പ്രൂവ് ചെയ്യട്ടെ. പോരാട്ടത്തിൻ്റെ നായിക, തേങ്ങാക്കൊല, പോരാട്ടത്തിൻ്റെ നായിക പോലും. എന്ത് പോരാട്ടം! ഇപ്പുറത്തും ആളുകൾ പോരാടിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ സമയത്ത് ഇവൾ പബ്ലിക് പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ എന്തിനാണ് ഇവൾ മാലാഖ ചമയുന്നത്? ആ മെഡിക്കൽ എക്സാമിനേഷനിൽ തന്നെയും ഇവൾ സമ്മതിക്കാത്തത് കൊണ്ട് ഒരു റേപ്പ് വിക്ടിമിന് വേണ്ടുന്ന രീതിയിലുള്ള മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ടില്ല. ഇവൾ സമ്മതിക്കാത്തതുകൊണ്ട് അതിനെ നമ്മൾ പീഡനമൊന്നും വിളിച്ചിട്ട് കാര്യമില്ല. ഇവിടെ സർവൈവൽ എന്ന് പറയുന്ന ബ്രാക്കറ്റ് ഫുള്ളായി വരുന്നത്, ആ സർവൈവൽ എന്ന് പറയുന്ന ആ ടെസ്റ്റ് കൂടി അവൾ പാസ് റിസൾട്ട് വരുമ്പോഴാണ്. അവൾ റേപ്പ് വിക്ടിം ആണ് എന്ന് പോലും കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അങ്ങോട്ട് കണ്ടസ്റ്റ് ചെയ്യട്ടെ. അതെല്ലാം ഇത്തരം കാര്യങ്ങൾ സാക്ഷിയെ സ്വാധീനിച്ചോ, ഇവളെ റേപ്പ് ചെയ്തോ, അതിനകത്തൊരു റേപ്പ് തന്നെ നടന്നിട്ടുണ്ടോ, ഇനി അതല്ല നടന്നത് റേപ്പാണോ? ഒരു വലിയ സന്നാഹം അവളുടെ കൂടെ ഉണ്ടല്ലോ. ദിലീപിൻ്റെ കയ്യിൽ പണമുണ്ട്, ദിലീപ് രാമപിള്ളയെ കൊണ്ടുവന്ന കാര്യം പറയുന്നു. അവളുടെ കയ്യിൽ പണമില്ലേ? അവളുടെ കയ്യിൽ എന്താ പണമില്ലേ? അവളെ പിന്തുണയ്ക്കുന്നവരുടെ കയ്യിൽ എന്താ പണമില്ലേ? അല്ല, വക്കീലിനെ കൊണ്ടുവന്ന് വെച്ചിട്ട് കേസ് നടത്തട്ടെ, പ്രോസിക്യൂട്ടറെ കൊണ്ടുവന്ന് വെച്ചിട്ട് അവർ കേസ് നടത്തിയിട്ട് കേസ് പ്രൂവ് ചെയ്യട്ടെ. അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അവൾ ചോദിച്ചതല്ലേ വനിതാ ജഡ്ജിനെ? ഇല്ലേ, അവളല്ലേ ചോദിച്ചത് വനിതാ ജഡ്ജിനെ വേണമെന്ന്. പിന്നെ ജഡ്ജിനെ മാറ്റണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു, അതും നടന്നില്ല. എന്താ ഞാൻ ചോദിക്കുന്നത്? വേറെ പെൺകുട്ടികളെ ആരും റേപ്പ് ചെയ്യുന്നില്ലേ ഈ നാട്ടിൽ? അതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാത്തതെന്താ, വ്യാകുലപ്പെടാത്തതെന്താ? എന്ത് നായികയാണ് ഇവിടെ? എന്ത് സർവൈവ് ചെയ്തതാണ്? ഷി ഗോട്ട് എ ഹസ്ബൻഡ്, ഷി ഗോട്ട് എ കരിയർ, ഷീ ഈസ് ആക്ടിങ് ഇൻ ഫിലിംസ്. അല്ലേ, മറ്റൊന്നും ഭാഷകളിലെല്ലാം അവൾ അഭിനയിക്കുന്നുണ്ടെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും അവൾ അഭിനയിക്കാം. ഇവളുടെ കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് അവൾ പോയില്ല പോലും. പോകാത്തതാരുടെ കുഴപ്പം? ഇവിടെ ഇപ്പോഴും പ്രൂവ് ചെയ്തിട്ടില്ല. ഞാൻ കണ്ട റെക്കോർഡ്സ് വെച്ചിട്ട് ഇറ്റ് ഇസ് വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ ഹർ ടു പ്രൂവ് ബിഫോർ ദ കോർട്ട് ദാറ്റ് ഷി ഹസ് ബീൻ റേപ്ഡ്. അവൾ റേപ്പ് വിക്ടിം ആണ് എന്ന് പോലും കോടതിയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, പ്രോസിക്യൂഷൻ വിൽ ഹാവ് മിസറബിളി ഫെയിൽ എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പം റെക്കോർഡ്സ് മാനിപ്പുലേറ്റ് ചെയ്ത് അവൾ, ഐ ഡോണ്ട് ബിലീവ് അവൾ. ഞാനത് ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി പറയുന്നത് മുഴുവൻ സത്യമല്ല, സത്യമായിട്ടുള്ളത് മുഴുവൻ കുട്ടി പറഞ്ഞിട്ടില്ല. കുട്ടിയല്ല, സ്ത്രീ. അവളെ യുവനടി എന്ന് പോലും വിളിക്കേണ്ട. ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. അവളെന്തിനാ യുവനടി എന്ന് വിളിക്കുന്നത്? ഇനി ഷീസ് ഗെറ്റിംഗ് ഓൾഡ്. യുവനടി എന്നൊക്കെ വിളിച്ചിട്ട് അതിനൊരു വലിയ ഗ്ലാമർ കൊടുക്കുകയാണ്. ഷീസ് ഓൺലി വൺ ഓഫ് ദ റേപ്പ് കേസിൽ എത്ര 3000-ഓളം എത്രയോ 1000-10,000 എത്രയോ റേപ്പ് കേസസിലെ വിക്ടിം പോലെ നാട്ടിലെത്ത നമ്മുടെ കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് ഒന്ന് എടുത്ത് നിങ്ങൾ നോക്കൂ. കഴിഞ്ഞ 5 വർഷത്തെ കണക്ക് പറയുന്നുണ്ട്, 4 വർഷം. ഈ കഴിഞ്ഞ 4 വർഷം കേരളത്തിലുണ്ടായ റേപ്പ് കേസസിൻ്റെ കണക്ക് നിങ്ങളൊന്ന് എടുക്കൂ. ഏതെങ്കിലും ഒരു വിക്ടിമിന് 13 വയസ്സ്, 12 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സുമായ പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്നു. അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണ്ടല്ലോ. അതിലൊന്നും പ്രതി അന്വേഷണം നിങ്ങൾ പോകുന്നില്ലല്ലോ. എന്താ, ആ പെൺകുട്ടികൾക്കൊക്കെ 2 എണ്ണം ഉള്ളത് ഇവർക്ക് 4 എണ്ണം ഉണ്ടോ? അതോ ഇവർക്ക് 1 എണ്ണം ഉള്ളത് അവർക്കൊക്കെ 2 എണ്ണം ഉണ്ടോ? അങ്ങനെയാണോ? എന്താ ഇവർക്ക് മാത്രം എന്താ കൊമ്പോ? ഇവള് മാത്രം, ഒരാൾ മാത്രമേ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ? ഈ ഫെമിനിസ്റ്റുകളെല്ലാം കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ടല്ലോ.